ഇത് മൊത്തത്തിൽ കൊടുക്കാതിരിക്കുക, അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ പകുതി കൊടുക്കുക. വെൽക്കം ബാക്ക് ടു ബെറ്റർ ഫുഡ് റൂൾസ്. ഞാനൊരു ഫുഡ് സേഫ്റ്റി പ്രൊഫഷണലൊക്കെയാണ്. എന്നാൽ എൻ്റെ കുട്ടികൾക്ക് ഞാൻ ഒരിക്കലും വാങ്ങി കൊടുക്കാൻ ആഗ്രഹിക്കാത്ത, അവർ കഴിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഫുഡ് പ്രോഡക്ട്സ് ഉണ്ട്, ആഹാരങ്ങളുണ്ട്. അത്തരത്തിലൊരു പ്രോഡക്റ്റാണ് മിൽക്ക് ഷേക്സ്. ടെട്രാ പാക്സിൽ വരുന്ന പാല് ബേസ് ചെയ്തിട്ടുള്ള മിൽക്ക് ഷേക്സ്. ഈ ഒരു പ്രോഡക്റ്റ് കാറ്റഗറിയിൽ പ്രത്യേകിച്ച് ബ്രാൻഡ് നെയിംസ് ഒന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാ മിൽക്ക് ഷേക്സിലും ഏകദേശം ഒരേ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത്. ഇങ്ങനത്തെ ടെട്രാ പാക്കുകളിൽ വരുന്ന മിൽക്ക് ഷേക്സ് ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. കാര്യം നല്ല ടേസ്റ്റൊക്കെയാണ്, നല്ല മധുരമാണ്. അപ്പം ഇപ്പം ഞാനിത് വാങ്ങാറില്ല. കുട്ടികൾ ചോദിച്ചാലും ഞാൻ കഴിയുന്നതും ഇത് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കും. എൻ്റെ കുട്ടികളപ്പോൾ 1-2 തവണയൊക്കെ ഈ ഒരു മിൽക്ക് ഷേക്സ് കഴിച്ചു, റിലേറ്റീവ്സൊക്കെ വാങ്ങിക്കൊടുത്ത്. അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എപ്പോൾ നമ്മൾ പുറത്ത് പോവുകയാണെങ്കിലും ഷോപ്പിൽ പോവുകയാണെങ്കിലും ഈ പാക്കറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വേണം, ഭയങ്കര വാശിയാണ്, അഡിക്ഷനായി. എന്തുകൊണ്ടാണ് ഈ അഡിക്ഷൻ വരുന്നത്? ഇതിൽ അത്രയധികം ഷുഗറാണുള്ളത്. ഈ ഒരു പാക്കറ്റ് 180 ml ആണ് കേട്ടോ. ഇതൊരു സിംഗിൾ സെർവാണ്, ഒറ്റ തവണ കുടിക്കാനുള്ള ഒരു ഡ്രിങ്ക്. അപ്പോൾ ഈ 180 ml ഡ്രിങ്കിനകത്ത് 25 ഗ്രാം ഷുഗർ മുതിർന്ന ഒരാൾക്ക് ഒരു ദിവസം കഴിക്കാൻ പറ്റുന്ന ഒരു പഞ്ചസാരയുടെ അളവുണ്ട്. പഞ്ചസാര എന്ന് പറഞ്ഞാൽ ആഡഡ് ഷുഗർ, നമ്മൾ ആഹാരത്തിൽ ചേർക്കുന്ന പഞ്ചസാരയുടെ അളവ് ആവറേജ് നോക്കിയാൽ ഒരു 30 ഗ്രാമാണ് മുതിർന്ന ആൾക്ക് പറഞ്ഞിട്ടുള്ളത്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ, NHS UK തുടങ്ങിയിട്ടുള്ള വെബ്സൈറ്റ്സിലൊക്കെ പോയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അത് നല്ലതാണെന്നൊന്നുമല്ല, പഞ്ചസാര ഒട്ടും കഴിക്കാത്തതായിരിക്കും നല്ലത്. അതുപോലെ കുട്ടികൾക്കും കഴിക്കാവുന്നതിന് ഒരു അളവുണ്ട്. ഒരു 7 മുതൽ 10 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾക്ക് ഒരു ദിവസം മാക്സിമം 24 ഗ്രാം വരെ പഞ്ചസാര കഴിക്കാമെന്നാണ് പറയുന്നത്. ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞൊരു 4 ഗ്രാമൊക്കെ വരും. അതുപോലെ 4 മുതൽ ഒരു 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 19 ഗ്രാം, അങ്ങനെയാണ് കണക്ക്. 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ പഞ്ചസാര കൊടുക്കാനേ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഡ്രിങ്ക് വാങ്ങി കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഡ്രിങ്കിൽ നിന്ന് തന്നെ അവർക്ക് 25 ഗ്രാം പഞ്ചസാര കിട്ടുന്നുണ്ട്. ഈ ഒരു പാക്കറ്റിൽ 15 ഗ്രാം ഷുഗർ ആഡഡ് ഷുഗറാണ്, ബാക്കി 10 ഗ്രാം പാലിൽ നിന്നാണ് വരുന്നത്. ബാക്കി ചില ബ്രാൻഡിലാണെങ്കിൽ പാലില്ലാതെ വരുന്നുണ്ട്, മിൽക്ക് സോളിഡ്സ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആഡഡ് ഷുഗർ വീണ്ടും കൂടും, 25 ഗ്രാമൊക്കെ ആഡഡ് ഷുഗർ ആയിരിക്കും. 25 ഗ്രാം അളന്ന് നോക്കുമ്പോൾ ഏകദേശം ഇത്രയും വരും കേട്ടോ. അമ്മമാരുടെ അടുത്ത് കുട്ടികൾ പഞ്ചസാരയൊക്കെ ചോദിച്ച് ചെല്ലാറുണ്ട് കിച്ചണിൽ. അപ്പം അങ്ങനെ ചോദിച്ചു ചെല്ലുമ്പോൾ നമ്മൾ ഇത്രയും പഞ്ചസാര എടുത്ത് കൊടുക്കാൻ ഏതെങ്കിലും ഒരു അമ്മക്ക് പറ്റുമോ? എന്തുകൊണ്ട്? അത്രയും പഞ്ചസാര ചെല്ലുന്നത് നല്ലതല്ല നമുക്കറിയാം. പക്ഷേ ഇങ്ങനെ ഒരു ഡ്രിങ്കിനകത്ത് ഇത് മിക്സ് ആയിരിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല ഇത് എത്രത്തോളം പഞ്ചസാര ഇതിനകത്തുണ്ടെന്നുള്ളത്. അപ്പം നമ്മളത് ഒരിക്കലല്ലേ കുടിച്ചോട്ടെ എന്നൊക്കെ വിചാരിക്കും. ഇത്രയും പഞ്ചസാര ഒന്നിച്ചകത്ത് ചെല്ലുമ്പോഴത്തേക്കും ഹൈപ്പർ ആക്ടിവിറ്റി മുതലുള്ള പ്രശ്നങ്ങൾ അപ്പം തന്നെ കാണും. പിന്നെ ഇത് മാത്രമല്ലല്ലോ, ഇവർ മറ്റ് ആഹാരങ്ങളും ചിലപ്പോൾ പഞ്ചസാര ചേർത്തത് അതേ ദിവസം തന്നെ കഴിക്കും. അപ്പോൾ അവർക്ക് റെക്കമെൻഡഡ് അല്ലെങ്കിൽ അവർക്ക് അലൗഡ് ആയിട്ടുള്ളതിലും കൂടുതൽ പഞ്ചസാരയാണ് അവരുടെ അകത്ത് ചെല്ലുന്നത്. എങ്ങനെയായാലും ഈ ഒരളവ് ഒരൊറ്റ ഡ്രിങ്കിൽ കൂടി അവരകത്താക്കുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുട്ടികൾക്ക് ആക്ടിവിറ്റിയൊക്കെ കുറവാണെങ്കിലും ഇത്രയും പഞ്ചസാര ഒന്നിച്ച് ചെല്ലുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാകും. ഇത്തരം ആഹാരങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ കൊടുക്കുമ്പം പിന്നെ ഡയബറ്റീസ്, ഒബീസിറ്റി അങ്ങനെയുള്ള മറ്റ് പ്രശ്നങ്ങൾ ഭാവിയിലും വരും. ഇനി ഈ ഒരു പ്രോഡക്റ്റിൽ ഈ ഷുഗർ മാത്രമല്ല പ്രശ്നക്കാരൻ. ഞാനിപ്പോൾ ഇതിൻ്റെ ലേബിൾ ചെക്ക് ചെയ്തപ്പം ഇതിനകത്ത് എമൽസിഫയേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. E471 എന്ന് പറഞ്ഞിട്ടുള്ളൊരു എമൽസിഫയറാണ്. ഇതിൽ കുറേ സ്റ്റഡീസൊക്കെ നടന്നിട്ടുണ്ട്. ഇത് കുറച്ച് കോൺട്രവേഴ്സിലാണ്, കുറച്ച് പ്രശ്നക്കാരനാണ്. അതായത് ഹാർട്ട് ഡിസീസസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മോണോ ആൻഡ് ഡൈഗ്ലിസറൈഡ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് പാം ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ പൊതുവേ ഈ ഐസ്ക്രീംസ് അല്ലെങ്കിൽ പാല് ബേസ് ചെയ്തിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സ്, ഈ നട്ട് ബട്ടേഴ്സിലൊക്കെ ഇത്തരം എമൽസിഫയേഴ്സ് ആഡ് ചെയ്യാറുണ്ട്. മാത്രമല്ല ഇതൊരു സ്ട്രോബെറി ഫ്ലേവേർഡ് ഡ്രിങ്കാണ്. അപ്പം ആ ഒരു റെഡ് കളർ വരാൻ വേണ്ടിയിട്ട് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ളത് ഇതിനകത്ത് റെഡ് കളറും ചേർത്തിരിക്കുന്ന കളർ എറിത്രോസിനാണ്. ഈ നമ്പറാണ് ഇതിലുള്ളത്. നമുക്ക് നമ്പർ വായിച്ചാൽ മനസ്സിലാവില്ല. ഈ 127 എന്ന് പറഞ്ഞിട്ടൊരു നമ്പറാണുള്ളത്. സ്ട്രോബെറി ഇട്ടല്ല ഈ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നാച്ചുറൽ കളർ ഇതിനുണ്ടാവില്ല, പകരം ആർട്ടിഫിഷ്യൽ കളർ ചേർക്കുന്നു. ഫ്രൂട്ട്സിൻ്റെ പിക്ചറൊക്കെ ഉണ്ടാവും, എന്നാൽ റിയൽ ഫ്രൂട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും ഉണ്ടാവില്ല. ടേസ്റ്റ്, സ്മെല്ലൊക്കെ വരാൻ ഫ്ലേവർ ചേർക്കുന്നു. അപ്പോൾ ഈ പഴങ്ങളുടെ പിക്ചറെല്ലാം കണ്ട് ഇത് വാങ്ങുന്നവർ അറിഞ്ഞിരിക്കുക. എറിത്രോസ് എന്ന് പറഞ്ഞ കളറും അത്ര നല്ല കളറൊന്നും അല്ല, അപ്രൂവ്ഡ് കളറാണ്. പക്ഷേ ഇതിലും സ്റ്റഡീസൊക്കെ നടന്നിട്ടുണ്ട്. കുട്ടികൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റി മുതൽ മറ്റ് പല പ്രശ്നങ്ങളും ഇത്തരം ഫുഡ് കളറുകൾ ആഡ് ചെയ്യുന്ന ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ കഴിയുന്നതും ഇത്തരം ആഹാരങ്ങൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇൻ കേസ് ഇനിയിപ്പോൾ വല്ലപ്പോഴും വാങ്ങിയാൽ തന്നെ ഇത് മൊത്തത്തിൽ കൊടുക്കാതിരിക്കുക, അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ പകുതി കൊടുക്കുക. ചില മിൽക്ക് ഷേക്സിലൊക്കെ അവർ എഴുതിയിട്ടുണ്ട് ഈ 180 ml തന്നെ, ഈ ഒരു പ്രോഡക്റ്റിൽ അവർ എഴുതിയിട്ടില്ല,
ചില ബ്രാൻഡിൽ എഴുതിയിട്ടുണ്ട് ഇത് 2 സെർവിങ് ആണെന്ന്, അതായത് 150 ml 2 ഭാഗമായിട്ട് കൊടുക്കാൻ. പ്രാക്ടിക്കലി ഇതിലൊരു സ്ട്രോയേ ഉള്ളൂ, ഒറ്റ തവണയിൽ കുടിച്ചു തീർക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇത് ചിലപ്പോൾ 2 സെർവിങ് ആയിട്ട് കൊടുക്കാൻ എഴുതുന്ന ബ്രാൻഡ്സും ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ ഷുഗർ ഇൻടേക്ക് ഒക്കെ ഒന്ന് കുറഞ്ഞിരിക്കും. ഇൻ കേസ് അപ്പോൾ ഇത് വാങ്ങുവാണെങ്കിൽ തന്നെ പകുതി കൊടുത്തിട്ട് നിർത്തുക ഇത്തരം മിൽക്ക് ഷേക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.